ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കട്ടപ്പന നഗരത്തിൽ പോലീസ് പരിശോധന നടന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന വ്യാപകമാകുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞായറാഴ്ച ദിവസമായ ഇന്ന് കട്ടപ്പന മാർക്കറ്റ് ഭാഗത്തും പുതിയ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലും പോലീസ് പരിശോധന നടത്തിയത്. ലഹരി മാഫിയാക്കൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കുവാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതബോധം ഉറപ്പാക്കുവാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ കളക്ടറേറ്റിൽ ഇടുക്കി MLA, ജില്ലാ പോലീസ് മേധാവി എന്നിവരുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ കട്ടപ്പന നഗരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായി ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യാപകമാകുന്നു എന്ന വിഷയം ഉയർന്നു വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കട്ടപ്പന പോലീസിന്റെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന ഇന്ന് നഗരത്തിൽ നടത്തിയത്. തൂഫാൻ കേരള സർക്കാരിന്റെ ലഹരി മുക്തമാക്കുന്നതിനും അനുബന്ധിച്ച് നടത്തുന്ന തൂഫാനിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ഇടുക്കി MLA, ബഹുമാനപ്പെട്ട ഇടുക്കി MLAയും അതുപോലെ FP അദ്ദേഹവും മറ്റും കൂടിയ ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ട് കട്ടപ്പന മാർക്കറ്റിലും അതുപോലെ കട്ടപ്പന ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വ്യാപകമായ ലഹരി വിൽക്കപ്പെടുന്നുണ്ടെന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ അത് വ്യാപകമായിട്ട് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് കിട്ടിയ ഒരു നിർദ്ദേശം, അവർ വന്നൊരു നിർദ്ദേശത്തിന്റെ പുറത്താണെന്ന് കട്ടപ്പന പോലീസ് സ്റ്റേഷനും അതുപോലെ ട്രാഫിക് സ്ട്രൈക്കർ മുതലായ ആളുകളെ എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു റെയ്ഡ് നടത്തുന്നു. എല്ലാ കടകളിലും അതുപോലെ ആളുകളെയും കേന്ദ്രീകരിച്ച് ആണ് ഈ റെയ്ഡ് നടത്തുന്നത്. ഇതുവരെ മറ്റ് ലഹരി വസ്തുക്കളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ വ്യാപകമായിട്ടുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ റെയ്ഡ്. രാവിലെ ആരംഭിച്ച പരിശോധന മണിക്കൂറോളം നീണ്ടുനിന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഒന്നും തന്നെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഞായറാഴ്ച ദിവസമായി ഇന്ന് വിവിധ മേഖലകളിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ കട്ടപ്പന നഗരത്തിൽ വ്യാപകമായി എത്തും. ഇവരുടെ ഇടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യാപകമാണെന്ന പരാതി മുൻപും ഉയർന്നിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിനു ശേഷം അന്യസംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ വാക്കുതർക്കം, സംഘർഷം എന്നിവ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം മുൻനിർത്തിയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കട്ടപ്പന നഗരത്തിൽ ലഹരി വസ്തുക്കളുടെ വ്യാപനമുണ്ടെങ്കിൽ പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെ തുടർന്നുള്ള ദിവസങ്ങളിലും സമാന രീതിയിൽ പരിശോധന നടത്തുവാനാണ് കട്ടപ്പന പോലീസിന്റെ തീരുമാനം. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.